നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൽപ്പറ്റ നഗരമധ്യത്തിൽ പട്ടാപ്പകൽ മോഷണം. സംഭവം നടന്നത് പ്രസ് ക്ലബ് റോഡിന് സമീപത്തുള്ള ഫാൻസി കടയിൽ. കവർച്ചയുടെ ദൃശ്യങ്ങൾ വയനാട് വിഷന്. നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് 2 പേർ മരിച്ചു. മരിച്ചത് ബാവലി മച്ചൂർ സ്വദേശികൾ. പുൽപ്പള്ളി കടമാൻതോട് പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ കൺവെൻഷൻ ജനങ്ങളുടെ എതിർപ്പിൽ അലങ്കോലപ്പെട്ടു. കൺവെൻഷൻ അലങ്കോലപ്പെടുത്തിയത് തൽപര കക്ഷികളുടെ ഗൂഢാലോചനയെന്ന ജനകീയ സമിതി. വരൾച്ചയെ പ്രതിരോധിക്കാൻ കന്നാരമ്പുഴയിലും ജലസേചന പദ്ധതി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പദ്ധതി വന്നാൽ പരിഹാരമാകുന്നത് പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന്. വിശദമായ വാർത്തകളിലേക്ക്. കൽപ്പറ്റ നഗരമധ്യത്തിൽ പട്ടാപ്പകൽ കവർച്ച. പ്രസ് ക്ലബ് റോഡിന് സമീപത്തുള്ള മെട്രോ എന്ന ഫാൻസി കടയിൽ മോഷണം നടന്നത്. 80,000 രൂപ കവർന്നതായി കടയുടമ പറയുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. സമയം ചെക്കി 1:35. കൽപ്പറ്റ നഗരത്തിലെ പ്രസ് ക്ലബ് റോഡിന് സമീപം മെട്രോ എന്ന ഫാൻസി കട. കടയുടെ മുൻവശത്ത് കടയിലുള്ള സാധനങ്ങൾ കൊണ്ട് വഴി ബ്ലോക്ക് ചെയ്ത് കടയടയ്ക്കാതെ റഷീദ് ഉച്ചനമസ്കാരത്തിനായി തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോയ സമയം തുറന്നിട്ട കടയിലേക്ക് ഒരു സംശയവും കൂടാതെ കയറി വരുന്ന കള്ളൻ. ഒരു തവണ പണം എടുത്തുപോയ കള്ളൻ ആരും കണ്ടില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വീണ്ടും വന്ന് പണമെടുക്കുന്നു. കള്ളൻ കടയിൽ നിന്നും പുറത്തിറങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റഷീദ് കടയിലെത്തി. പണമുണ്ടായിരുന്ന മേശ തുറന്നു നോക്കിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ചുവന്ന ഡ്രസ്സ് ധരിച്ച് പ്രായം കുറവെന്ന് തോന്നിക്കുന്ന ആൾ കടയിലേക്ക് കയറി വരുന്നു. രണ്ട് തവണ പണമെടുത്ത് കീശയിലാക്കുന്നു. ഞായറാഴ്ചയായതിനാൽ തൊട്ടടുത്തുള്ള കടകൾ അവധിയായതും കള്ളന് കളവ് നടത്താൻ എളുപ്പമായി. സാധാരണ പള്ളിയിൽ പോകുന്ന തന്നെ പോയി ബ്ലോക്ക് ചെയ്ത് പോയി. തിരിച്ചു നോക്കുമ്പോൾ സാധാരണ ക്യാഷ് ഇന്നൊരു പൈസ വെച്ചിരുന്നു. ക്യാഷ് തിരിച്ചു വന്നാൽ ക്യാഷ് കാണുന്നില്ല. അപ്പോൾ തന്നെ തൊട്ട് ബാക്കി തന്നെ CCTV ചെക്ക് ചെയ്ത് നോക്കി. CCTV ആള് കണ്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസിന് കൈമാറി അവർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൽപ്പറ്റ പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിനിടിച്ച് 2 യുവാക്കൾ മരിച്ചു. ബാവലി മച്ചൂർ സ്വദേശികളായ ശിവരാജന്റെ മകൻ മല്ലേഷ്, ഷമീർ എന്നിവരാണ് മരിച്ചത്. ബൈരക്കുപ്പയ്ക്ക് സമീപം ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട മരത്തിനിടിക്കുകയായിരുന്നു. ബൈരക്കുപ്പ ബാവലിയിൽ മച്ചൂരാണ് അപകടം നടന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് സമീപത്തെ മരത്തിലിടിക്കുകയായിരുന്നു. മച്ചൂർ വസൂർഘട്ട ശിവരാജന്റെയും സുശീലയുടെ മകനാണ് മല്ലേഷ്. മച്ചൂർ വിരിപ്പിൽ റഷീദ് ബാബുവിന്റെയും റഷീദയുടെ മകനാണ് ഷമീർ എന്ന നികേഷ് ബാബു. മല്ലേഷ് അപകട സ്ഥലത്ത് വെച്ചും ഷമീർ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. ഷമീർ മൈസൂരിലെ സ്വകാര്യ കോളേജിൽ BCom വിദ്യാർത്ഥിയും മല്ലേഷ് പുൽപ്പള്ളി പാടിച്ചിറയിലെ അലുമിനിയം ഫാബ്രിക്കേഷനിലെ ജോലിക്കാരനുമാണ്. വയനാട് വിഷൻ, മാനന്തവാടി. പുൽപ്പള്ളി കടമാൻതോട് പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കബനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജനകീയ കൺവെൻഷൻ പ്രദേശത്തെ ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് അലങ്കോലപ്പെട്ടു. പദ്ധതി നടപ്പിലാക്കരുതെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ ഒരു വിഭാഗം ആളുകൾ വേദി കയ്യേറിയത് സംഘർഷത്തിന് ഇടയാക്കി. പദ്ധതി നടപ്പിലാക്കിയാൽ ആയിരക്കണക്കിന് കുടുംബങ്ങളെ കുടിയിറക്കേണ്ടി വരും. അതിനാൽ വൻകിട പദ്ധതികൾക്ക് പകരം ചെറു പദ്ധതികൾക്ക് രൂപം നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധക്കാർ യോഗം കയ്യേറിയത്. നിർത്തിവെച്ച പദ്ധതികൾ തുടങ്ങുന്നതിന് അനുവദിക്കുകയില്ലെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. നമുക്കിവിടെ പുൽപ്പള്ളി മുള്ളംകൊല്ലി 2 പഞ്ചായത്തിലെ പ്രശ്നം പരിഹരിക്കാൻ കബനി എന്ന് പറയുന്ന
സഹായിക്കണം. ഞങ്ങൾ ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഈ യോഗം നടക്കുന്നതിന് ഭരിക്കുന്ന സർക്കാരിന്റെ യാതൊരു രീതിയിലുള്ള സപ്പോർട്ടുകളോ പഞ്ചായത്തിന്റെ സപ്പോർട്ടോ ഇല്ല. മുള്ളൻകൊല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ കൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശിവരാമൻ പാറക്കുഴി, ജില്ലാ പഞ്ചായത്ത് അംഗം വർഗീസ് മുരിയൻകാവിൽ തുടങ്ങിയവർ വേദിയിലിരിക്കുമ്പോഴായിരുന്നു യോഗം അലങ്കോലപ്പെടുത്തിയത്. തുടർന്ന് പോലീസ് എത്തി പ്രതിഷേധക്കാരെ ഹാളിൽ നിന്ന് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുൽപ്പള്ളി. കടമാൻതോട് പദ്ധതി ജനകീയ കൺവെൻഷൻ അലങ്കോലപ്പെടുത്തിയതിനു പിന്നിൽ തൽപരകക്ഷികളുടെ ഗൂഢാലോചനയെന്ന് കടമാൻതോട് ജനകീയ സമിതി ഭാരവാഹികൾ. നാടിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഈ പദ്ധതിയെക്കുറിച്ച് കർഷകരെ ബോധവൽക്കരിക്കും. പദ്ധതി പ്രദേശത്തുള്ള ജനങ്ങളുടെ സംരക്ഷണവും പുനരധിവാസവും ബോധ്യപ്പെടുത്തുന്നതിനും ജനങ്ങളെ കുടിയിറക്കാതെ പദ്ധതി നടപ്പിലാക്കുന്നതിനുമായി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗമാണ് അലങ്കോലപ്പെടുത്തിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും അതുപോലെ ജനപ്രതിനിധികൾക്കും കത്തുകൾ നൽകി 2 ആഴ്ചയോളം വളരെ ശ്രമകരമായ രീതിയിൽ ഇവിടെ 100-400 ആളുകളെ സംഘടിപ്പിച്ചു. അതിനിടയിൽ ആ കാര്യങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കി പരസ്പരം ഈ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകളുടെയും അല്ലെങ്കിൽ ഇത് വേണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളെയും പരസ്പര കൂട്ടായ ചർച്ചയിൽ 2 ആളുകളുടെയും പ്രശ്നങ്ങൾ ഒരുപോലെ പഠിച്ച് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ജനകീയ കൺവെൻഷൻ നമ്മൾ വിഭാവനം ചെയ്തത്. അതിൽ ദൗർഭാഗ്യവശാൽ ചില ആളുകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഈ പരിപാടി പൊളിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം. MR ജനകൻ, ജോസ് നെല്ലേടം, സ്റ്റീഫൻ പൂക്കുടിയിൽ, KC വർഗീസ്, അഗസ്തി പുത്തൻപുര തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് വിഷൻ, പുൽപ്പള്ളി. വരൾച്ചയെ പ്രതിരോധിക്കാൻ കന്നാരമ്പുഴയിലും ജലസേചന പദ്ധതി ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കന്നാരമ്പുഴയിൽ ജലസേചന പദ്ധതി ആരംഭിച്ചാൽ പരിഹാരമാകുന്നത് വർഷാവർഷങ്ങളിലുണ്ടാകുന്ന കുടിവെള്ളക്ഷാമത്തിനും വരൾച്ചയ്ക്കുമായിരിക്കും. വയനാട് വന്യജീവി സങ്കേതത്തോടും ബന്ദിപ്പൂർ വനമേഖലയോടും ചേർന്നൊഴുകുന്ന കന്നാരമ്പുഴയിൽ കർഷകരെ കുടിയിറക്കാതെ തന്നെ ജലസേചന പദ്ധതി ആരംഭിക്കാൻ കഴിയും. പദ്ധതി നടപ്പിലായാൽ അമരക്കുനി, അമ്പത്തിയാറ്, കാപ്പിസെറ്റ്, പാറക്കടവ്, വണ്ടിക്കടവ്, ചാമപ്പാറ, ചീയമ്പം, ആടിക്കൊല്ലി, ചെറ്റപ്പാലം, ശശിമല തുടങ്ങിയ പ്രദേശങ്ങളിൽ ജലസേചനം എത്തിക്കാൻ കഴിയുന്നതോടെ ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വരൾച്ചയ്ക്കും പരിഹാരമാകും. കൃഷിയിറക്കാൻ കഴിയാതെ കിടക്കുന്ന പാടങ്ങളിൽ നെൽകൃഷി ഉൾപ്പെടെ ആരംഭിക്കാനും കഴിയും. ഇത്തരത്തിലുള്ള പദ്ധതികൾ സർക്കാർ തലത്തിൽ നടപ്പിലാക്കാൻ ജലസേചന വകുപ്പ് തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. അതിരൂക്ഷമായ വരൾച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഈ പുൽപ്പള്ളി മുള്ളൻകൊല്ലി പ്രദേശത്ത് ആ കുടിവെള്ളക്ഷാമവും അതുപോലെ തന്നെ കൃഷിക്ക് വേണ്ട വെള്ളവും ലഭിക്കണമെങ്കിൽ അടിയന്തരമായി വണ്ടിക്കടവ് പ്രദേശത്ത് ഒരു ജലസേചന പദ്ധതി വന്നത് അത്യാവശ്യമാണ്. അങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എത്രയും വേഗം സർക്കാർ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണം. കാലവർഷം മേഖലയിൽ കാര്യമായി ലഭിക്കാത്തതുമൂലം കബനി നദിയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമാണിപ്പോഴും പുൽപ്പള്ളി മുള്ളൻകൊല്ലി മേഖലയിൽ എത്തിക്കുന്നത്. മേഖലയിലെ മുദ്ദള്ളിത്തോട്, കടമാൻതോട്, കന്നാരമ്പുഴ എന്നിവിടങ്ങളിൽ 63ഓളം തടയണകൾ നിലവിലുണ്ടെങ്കിലും വെള്ളം സംഭരിക്കാൻ ആവശ്യമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിന് കന്നാരമ്പുഴയിൽ ചെറുകിട ജലസേചന പദ്ധതി ആരംഭിച്ചാൽ മതിയാകും. വയനാട് വിഷൻ, പുൽപ്പള്ളി. എസ്റ്റേറ്റ് പാടികളിൽ നിന്നും അറിവിൻ്റെ ലോകത്തിലേക്ക് കടന്നുവരാൻ കഴിയാതെ കഴിഞ്ഞിരുന്ന കുട്ടികളെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുകയാണ് മേപ്പാടി മുണ്ടക്കൈ ഗവൺമെൻറ് LP സ്കൂൾ. എസ്റ്റേറ്റിൽ ജോലിക്കെത്തുന്ന ആസാം സ്വദേശികളായ തൊഴിലാളികളുടെ മക്കളെയാണ് സ്കൂൾ അധികൃതർ മുൻകൈയെടുത്ത് പഠിപ്പിക്കുന്നത്. HML അട്ടമല ഡിവിഷനിൽ ജോലിക്കായി എത്തിയ തൊഴിലാളികളുടെ മക്കളെ സ്കൂളിൽ പ്രവേശനം നൽകി പഠിപ്പിക്കാൻ മുൻകൈയെടുത്തതിലൂടെയാണ് മുണ്ടക്കൈ ഗവൺമെൻറ് LP സ്കൂൾ അധ്യാപകരും PTA കമ്മിറ്റിയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ഇവർ മുൻകൈയെടുത്തില്ലായിരുന്നുവെങ്കിൽ സ്കൂളിൻ്റെ പടി കയറാൻ ഭാഗ്യമില്ലാതെ ആ കുട്ടികൾ കാലത്തിന് മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വരുമായിരുന്നു. സ്കൂളിൽ പോകാതെ പാടികളിൽ 2 വർഷമായി കഴിഞ്ഞു വന്ന 21 കുട്ടികളെ 1, 2, 3 ക്ലാസ്സുകളിൽ ചേർത്ത് പഠിപ്പിക്കുവാൻ അധ്യാപകർ മുന്നോട്ട് വരികയായിരുന്നു. പ്രായത്തിനനുസരിച്ച് വിവിധ ക്ലാസ്സുകളിൽ ചേർത്തെങ്കിലും അവർക്ക് ആദ്യ അക്ഷരം മുതൽ പകർന്നു നൽകേണ്ടി വരുന്നുണ്ട്. കാരണം അവരാരും മുമ്പ് സ്കൂളിൽ പഠിച്ചിട്ടില്ല. വിവിധ ഭാഷകൾ വശമുള്ള C. സീതലവി എന്ന അധ്യാപകനാണ് ഇവർക്ക് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, അറബി, ഉറുദു വിഷയങ്ങളിൽ ക്ലാസ് എടുക്കുന്നത്. പ്രീ പ്രൈമറി അടക്കം 6 ഡിവിഷനുകളിലായി ഇവരടക്കം 113 കുട്ടികളാണിപ്പോൾ മുണ്ടക്കൈ ഗവൺമെൻറ് LP സ്കൂളിലുള്ളത്. ആസാം സ്വദേശികളായ കുട്ടികൾക്ക് സ്കൂളിലെത്താൻ HML കമ്പനി വാഹനം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം, കളിക്കാനുള്ള സൗകര്യം എല്ലാം PTA കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. ആകെ 5 അധ്യാപകരാണ് സ്കൂളിലുള്ളത്. ആസാമീസ് കുട്ടികളുടെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധയുള്ളവരാണ്. ഇതേക്കുറിച്ച് പ്രധാന അധ്യാപകൻ MB മാത്യു. അവധിക്കാലത്ത് നടന്ന സർവേയുടെ ഭാഗമായി ഞങ്ങൾ അട്ടമല പാടിയിൽ പോയപ്പോൾ അവിടെ ആസാമിൽ നിന്ന് വന്ന കുറേ തൊഴിലാളികളുടെ മക്കളെ കണ്ടു. അപ്പോൾ ആ സർവേയുടെ ഭാഗമായി ഞങ്ങൾ അവരെ സ്കൂളിലെത്തിക്കേണ്ട ഒരു പ്രവർത്തനം മുണ്ടക്കൈ ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപകർ നടത്തി. അതിൻ്റെ ഭാഗമായാണ് ഈ
21ഓളം കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ പുതിയതായിട്ട് പ്രവേശനം നേടിയത്. അതിൽ 1-ാം ക്ലാസ്സിൽ 15 കുട്ടികളും, 2-ാം ക്ലാസ്സിൽ 2 കുട്ടികളും, 3-ാം ക്ലാസ്സിൽ 4 കുട്ടികളും അടക്കം 21 കുട്ടികളാണ് ഈ സ്കൂളിൽ പുതിയതായിട്ട് പ്രവേശനം നേടിയത്. അധ്യാപനം ഒരു ജോലി മാത്രമല്ല, ഒരു തപസ്യയും ആത്മീയതയുമാണെന്ന് തെളിയിക്കുകയാണ് മുണ്ടക്കൈ ഗവൺമെൻറ് LP സ്കൂൾ അധ്യാപകർ. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. 10ാം തരത്തിലെ ഹിന്ദി പാഠങ്ങൾ ഇനി മുതൽ വായിച്ചു പഠിക്കണമെന്നില്ല, കണ്ടുപഠിക്കാം. ഹിന്ദി അധ്യാപകനായ സുരേഷ് ബാബുവും ക്യാമറമാനായ അനിൽകുമാറും ചേർന്നാണ് ബീർ ബഹൂട്ടി എന്ന CD നിർമ്മിച്ചിരിക്കുന്നത്. अच्छा आज माफ कीजिए चलिए 10ാം തരത്തിലെ ആദ്യ ഹിന്ദി പാഠമാണ് ബീർ ബഹൂട്ടി. ചുവന്ന കൂറയും 2 സ്കൂൾ വിദ്യാർത്ഥികളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണിത്. പ്രകൃതിയിൽ നിന്നും മനുഷ്യർ അകന്നു പോകുമ്പോൾ നഷ്ടമാകുന്ന ചില മൂല്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന കഥയാണിത്. എല്ലാ അധ്യാപകർക്കും IT പരിശീലനം ലഭ്യമാക്കിയതിനാൽ ഭാഷാധ്യാപകർക്ക് അത് ഏറെ പ്രയോജനപ്പെടുത്താം. കേരളത്തിലെ മുഴുവൻ ഹിന്ദി അധ്യാപകർക്കും വളരെ സഹായകമായിരിക്കും ഈ വീഡിയോ CD. 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ ഹിന്ദി എങ്ങനെ ലളിതമായി കുട്ടികളുടെ മനസ്സിലെത്തിക്കാം എന്നുള്ള ചിന്തയാണ് ബീർ ബഹൂട്ടി എന്ന ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ലളിതമായ രീതിയിൽ ഒരു സിനിമയിലൂടെ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ കഥ എങ്ങനെ എത്തിക്കാം എന്നുള്ളതിൻ്റെ ഒരു വിജയമാണ് ഈ സീരിയയുടെ പ്രദർശനം. ഇത് കാണുന്നതോടുകൂടി അധ്യാപകർക്കുള്ള ജോലി പകുതിയോളം കുറഞ്ഞു കിട്ടുകയും കുട്ടികൾ ഈ പാഠം കണ്ട് ആസ്വദിച്ച് പഠിക്കാനുള്ള ഒരു വേദി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. മാനന്തവാടി പഴശ്ശി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ബീർ ബഹൂട്ടി CD പ്രകാശനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ VR പ്രവീജ് CD പ്രകാശനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ പ്രതിഭ ശശി അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ശാരദ സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. വയനാട് വിഷൻ, മാനന്തവാടി. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ 7ാം ഡിവിഷനിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ബിന്ദു സുധീർ ബാബു അധ്യക്ഷത വഹിച്ചു. വിനയകുമാർ, K നൂറുദ്ദീൻ, ബാബു മാസ്റ്റർ, മാത്യൂസ് മാസ്റ്റർ, രാജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാനന്തവാടി ചെറുപുഴയിൽ നിന്നും ആദ്യമായി MBBS പരീക്ഷ പാസ്സായ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സുമി സുരേന്ദ്രനെ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ചെറുപുഴയിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗം OR കേളു MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ VR പ്രവീജ് ഉപഹാര സമർപ്പണം നടത്തി. ഡിവിഷൻ കൗൺസിലർ PV ജോർജ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ P നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ഗോകുൽദേവ്, മാനുവൽ ചേന്നംകുളം, സുരേഷ് ബാബു, മിനി പോൾ എന്നിവർ സംസാരിച്ചു. സുമിയുടെ മാതാപിതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രതിഷേധിച്ചും ലൈസൻസ് നൽകുവാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള മദ്യനിരോധന സമിതി കൽപ്പറ്റയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ യൂസഫ് മുഹമ്മദ് നദ്വി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ P ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. PA ജെയിംസ്, NU ബേബി, സിസ്റ്റർ ജോബിറ്റ, അബു തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടാണ് കേരള സർക്കാർ 2 ദിവസം വളരെ ജനവിരുദ്ധമായ മദ്യനയം കേരളത്തിൽ നടപ്പാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പൂട്ടിയിടപ്പെട്ടിരുന്ന 400-ലധികം ബാറുകളും അതുപോലെ തന്നെ മറ്റനേകം മദ്യഷാപ്പുകളും ബാർ ലൈസൻസ് നൽകുവാൻ വേണ്ടി LDF സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രതിഷേധിച്ച് മേപ്പാടിയിൽ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പ്രകടനത്തിന് C ശിഹാബ്, രജീഷ് അലി, നാസർ പുത്തക്കൊല്ലി തുടങ്ങിയവർ നേതൃത്വം നൽകി. തളിമലയിൽ സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ രൂപീകരിച്ചു. ഒലിവുമല പാരിഷ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി വൈത്തിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. UC ഗോപി അധ്യക്ഷത വഹിച്ചു. ഇടവക വികാരി ഫാദർ ജോഷി നിരപ്പേൽ മുഖ്യാതിഥിയായിരുന്നു. M അപ്പുട്ടി, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി KV ഗോപാലൻ, C കുട്ടപ്പൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കൽപ്പറ്റ നഗരമധ്യത്തിൽ പട്ടാപ്പകൽ മോഷണം. സംഭവം നടന്നത് പ്രസ് ക്ലബ് റോഡിന് സമീപത്തുള്ള ഫാൻസി കടയിൽ. കവർച്ചയുടെ ദൃശ്യങ്ങൾ വയനാട് വിഷന്. നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് 2 പേർ മരിച്ചു. മരിച്ചത് ബാവലി മച്ചൂർ സ്വദേശികൾ. പുൽപ്പള്ളി കടമാൻതോട് പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ കൺവെൻഷൻ ജനങ്ങളുടെ എതിർപ്പിൽ അലങ്കോലപ്പെട്ടു. കൺവെൻഷൻ അലങ്കോലപ്പെടുത്തിയത് തൽപര കക്ഷികളുടെ ഗൂഢാലോചനയെന്ന ജനകീയ സമിതി. വരൾച്ചയെ പ്രതിരോധിക്കാൻ കന്നാരമ്പുഴയിലും ജലസേചന പദ്ധതി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പദ്ധതി വന്നാൽ പരിഹാരമാകുന്നത് പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.